കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു പേരാണ്. ഇത് ചേസ് ഉണ്ടാക്കാൻ പോവാണ്. അശോക് ലൈലാൻഡിൻ്റെ ചേസ്. അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ഇതാണ്. പേരാണ് സ്കൈ ബ്ലൂ ഹോളിഡേയ്സ്. അങ്ങനെ സ്കൈ ബ്ലൂ ഹോളിഡേയ്സിൻ്റെ 4 ചേസ് ഉണ്ടാക്കാൻ പോവാണ്. ഇതിപ്പോൾ ഫസ്റ്റ് പാർട്ടാണ്. മൊത്തം 4 പാർട്ടെന്ന് പറഞ്ഞാൽ 4 ചേസ് ഉണ്ടാക്കണം. അശോക് ലൈലാൻഡ് 4 ചേസ് ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു 10 പാർട്ടെങ്കിലും ഇറക്കേണ്ട വരും, ഓരോ പാർട്ട് വീതം. ഇതേപോലെ ഇങ്ങനെ മൊത്തം 4 വണ്ടി എടുത്ത് ഞാൻ ഷോർട്ട് വീഡിയോ ഇടും. ഫുൾ വീഡിയോ ആണിത്. ഇനിയും നമ്മുടെ ഇതേപോലെ അതിന് ശേഷം നമ്മൾ വണ്ടി പണിയും. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അശോക് ലൈലാൻഡിൻ്റെ ചേസ്. അപ്പോൾ അതിന് മുമ്പ് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തണം. എന്നാലാണ് പുതിയ പുതിയ വീഡിയോസ് കാണാൻ പറ്റും. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഉണ്ടാക്കി ഒന്ന് നോക്കണം. ഇതാണ് നമ്മുടെ പുതിയ പശ. നേരത്തെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഫ്ലെക്സ് ക്യൂക്ക് ആയിരുന്നു. ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും കയ്യൊട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും സാധനം. ഇങ്ങനെ കയ്യൊട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. നമ്മളങ്ങനെ പുതിയൊരു പശ മേടിച്ചു. ഇതിന് ഫ്ലെക്സ് ക്യൂക്കിന് 60 രൂപയാണ്. ഇതിന് ഒരു 35 രൂപയുള്ളൂ. കണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. വെറും 35 രൂപ. വെറും 35 രൂപയുള്ളൂ ഇതിന്. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും ഫ്ലെക്സ് ക്യൂക്ക് കണക്ക് കയ്യെ വീണാലും ഇങ്ങനെ ഒട്ടിയിരിക്കത്തില്ല. പേന നമുക്ക് ഈ ഹെവിക്കോൾ കണക്ക് പെട്ടെന്ന് പറിച്ച് കളയാൻ പറ്റും. അല്ലെങ്കിൽ കൈ കഴിയാത്ത പിന്നെ പോവുകയും ചെയ്യും. സോപ്പിടുന്ന കൈ കഴിയാൻ മതി. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഈ ഒരു അശോക് ലൈലാൻഡിൻ്റെ 4 ചേസാണ്. ഇത് ഫസ്റ്റ് ചേസാണ്. ഞാൻ ഒരു ചേസ് ഉണ്ടാക്കിയ ശേഷം അടുത്ത ചേസ് ഉണ്ടാക്കത്തുള്ളൂ. അത് കാരണം ഫസ്റ്റ് ചേസ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ അടുത്ത ഈ സ്കൈ ബ്ലൂ ഹോളിഡേയ്സിന് ശേഷം സ്കൈ ബ്ലൂവിൻ്റെ 4 വണ്ടി ഇറക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പറയണം ഏതൊക്കെ വണ്ടി പണിയണമെന്നാണ്. നിങ്ങൾ പറയുന്നതനുസരിച്ചായിരിക്കും ഞാൻ ഓരോ വണ്ടിയും പണിയത്തുള്ളൂ. അങ്ങനെ ഈ സ്കൈ ബ്ലൂവിൻ്റെ 4 വണ്ടി ഇറക്കും. നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ ഈ പശയുടെ അതിന് വലുത് കിട്ടും. വലുതിന് എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ചെറുതാണ് വാങ്ങുന്നത്. 35 ഉള്ളൂ. അതാണ് ലാഭം. പിന്നെ കാണിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ സാധനം. അതാണ് നല്ലത്. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഞാൻ ഒരു പശയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഹെവിക്കോൾ ഇല്ലെങ്കിൽ ഒറ്റ പരിപാടി നടക്കത്തില്ല. ഹെവിക്കോളാണ് മറ്റേ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാനും ഗ്ലാസ്സൊക്കെ ഒട്ടിക്കാനും പറ്റും. ഗ്ലാസ് നമ്മളിപ്പോൾ നമ്മുടെ കുപ്പി മുറിച്ചുള്ള ഗ്ലാസ് ഒട്ടിക്കാൻ നേരവും ഈ പശയാണ് ഒന്നും കൂടി ബെറ്റർ. നേരെ വീട്ടിലിട്ട് കിടക്കാം. അങ്ങനെ കൂട്ടുകാരെ, നമ്മൾ ഇതിൻ്റെ അളവൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 27 സെൻറ്റിമീറ്ററാണിത്. ഇത് 27 സെൻറ്റിമീറ്റർ. ഇനിയും ഇത് 27 സെൻറ്റിമീറ്റർ. ബാക്കിയുള്ള ഇങ്ങനത്തെ കൊച്ചു പീസ് ഞാൻ ഒത്തിരി ഒരു 7-8 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 7 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ. ഇതിപ്പോൾ പാർട്ട് 1 ആണ്. ഒത്തിരി ഇതിട്ട് ഞാൻ വീഡിയോ ലെങ്തായി പോകും. കാരണമാണേ. ഇങ്ങനെ പശ തേക്കുക. ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഞാനിപ്പോൾ ഇത്ര ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ പശ നമുക്കൊരളവിലെടുത്ത് ഇങ്ങനെ പശ തേച്ച് കൊടുക്കണം. നല്ല കറക്റ്റ് അളവിലെടുത്തിട്ട് കുറച്ച് പശ ഇങ്ങനെ തേക്കാം. ഇങ്ങനെ പശ തേച്ച് കൊടുക്കണം. ഒരു ലൈനായിട്ട്. ആ ലൈൻ പശ എടുത്ത് നമ്മൾ ഈ ഇത്രയും കുച്ച് കാർഡ്ബോർഡ് 5 സെൻറ്റിമീറ്ററിൻ്റെ കാർഡ്ബോർഡ് പീസ് എടുത്ത് ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. ഇത്ര ഉള്ളു. അരിഞ്ഞ് അടുത്തത് അതേപോലെ തന്നെ ഇതേപോലെ എടുത്തു. അവസാനം വെക്കുന്ന നല്ല കട്ടിയുള്ള പീസ് നോക്കി വേണം വെക്കാൻ. അവസാനം വെക്കുന്നേരം എന്താ ഇങ്ങനെ പശ തേച്ചിട്ടുണ്ടേ. ഇനി ഇതിങ്ങനെ വെച്ചങ്ങ് ഒട്ടിച്ചാൽ മാത്രം മതി. ഇങ്ങനെ നമ്മുടെ ചേസ് റെഡി. ഇനി ഇതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫുൾ നമ്മുടെ ചേസ് റെഡി. ഇനിയും അശോക് ലൈലാൻഡിൻ്റെ ബാക്കിയുള്ള പരിപാടികൾക്ക് കിടക്കാം. ഇങ്ങനെ കൂട്ടുകാർ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വേണ്ട നമ്മുടെ ചേസ് അത് ഇനി അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ സീറ്റ് ഉണ്ടാക്കണം. ഒറ്റൊരു സീറ്റ് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ 2 സീറ്റൊന്നും ഉണ്ടാക്കണ്ട. നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അങ്ങനെ കൂട്ടുകാർ ഞാൻ 4 പീസ് എടുത്തിട്ടുണ്ട്. വേറൊന്നുമില്ല, അത്യാവശ്യം 4 പീസ് എടുത്തിട്ടേക്കണം. എന്തെങ്കിലും ഒരു സീറ്റ് മാറ്റേണ്ട വരില്ല. കാരണം ഞാൻ സീറ്റ് മാറ്റുന്നതനുസരിച്ച് ഇത്ര ഒരു പീസ് എടുത്തിട്ടു. ഇനി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് കാണിച്ചാൽ അങ്ങനെ കൂട്ടുകാർ ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ മടക്കി എടുക്കണം. നല്ല മടക്കി നമുക്കിന്ന് മടക്കണം.
മടക്കി കഴിഞ്ഞാൽ അത് ഇമാതിരി മോഡലിരിക്കും സാധനം. ഇതിനിയും ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ കൂട്ടുകാരെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഒട്ടിക്കണ്ടത്. അങ്ങനെ കൂട്ടുകാരെ ഞാൻ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി പെയിൻ്റ് അടിക്കണം അവസാനം. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് വേണം കുറയ്ക്കാൻ വേണം. ഇത്ര ഹൈറ്റ് കൂടിയിരിക്കുന്നതായതാണ് നമുക്ക് വേണം ഇങ്ങനെ കണ്ടിച്ച് കുറയ്ക്കാൻ പറ്റും. ഇത്രയും റെഡിയായി. അടുത്ത പരിപാടി നമ്മുടെ അതിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കുന്നതിലാണ്. അതും കൂടി കഴിഞ്ഞ് നമ്മുടെ ഈ വീഡിയോ അവസാനിക്കും. പിന്നെ അടുത്ത നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. അങ്ങനെ ഫസ്റ്റ് പാർട്ട് ഇവിടം കൊണ്ടങ്ങ് നിർത്തുവാണ്. സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ വരും. ഈ ഫസ്റ്റ് പാർട്ട് ഇവിടം കൊണ്ട് നിർത്തുവാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തായി പോകും അതൊക്കെ മുറിച്ച് വരുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിൻ്റെ തൊട്ടപ്പുറത്ത് നടക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെച്ചേക്കും. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരും. അങ്ങനെ ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഈ സ്കൈ ബ്ലൂവിൻ്റെ 4 വണ്ടി ഉണ്ടാക്കുന്നുണ്ട്. ഈ ചേസ് വെച്ച് 4 വണ്ടി ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി, ഇഷ്ടപ്പെട്ട പേരല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെഡ് അസ്ട്രയോ സെഡ് വഗയോ BMR-ഓ സെഡോണോ BMR-ഓ സെഡ് വഗയോ എല്ലാം ഏതാണോ ഇഷ്ടപ്പെട്ട ആ വണ്ടി കമൻറ്റ് ചെയ്യുക. ആ വണ്ടി അത്രയും 4 വണ്ടിയായിരിക്കും ഞാൻ പണിയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് ഇത് പാർട്ട് 1 ആണ്. ഇനി പാർട്ട് 2 ഉടൻ തന്നെ വരും.